അൽഹംദുലില്ലാ ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹു യാ മഅബൂദ്. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرات أرواح جميع من ذكرنا خاصة إنك على كل شيء قدير. اللهم اوصل ثواب ذلك منا إليهم واجعلناهم نورا يسعى بين أيديهم واغفر اللهم لنا ولهم ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم احفظنا واحفظ أهلنا واحفظ من حاضروا في هذا المجلس واحفظ أهل هذا البيت من كل آفة وعاهة وعن كل شدة وبلية وعن كل سقم وألم ومرض. اللهم اصرف عنا كل سوء ووباء وبلاء ومصيبة وقحة وعلة وسقم وألم ومرض. اللهم يا إلهنا يا الله بحق اسمك العظيم الأعظم وبحق سيدنا محمد رسول الله صلى الله عليه وسلم اللهم اغفر ذنوبنا ببركة محي الدين. اللهم اغفر ذنوبنا ببركة محي الدين. اللهم اغفر ذنوبنا وذنوب والدينا ولمن ماتوا منا ببركة محي الدين. اللهم اشرح صدورنا ببركة محي الدين. اللهم يسر أمورنا ببركة محي الدين. اللهم اشف أمراضنا وأمراض من أوصانا ببركة محي الدين. اللهم اشف أمراضنا أمراض من أوصانا ببركة محي الدين. اللهم اشف أمراضنا أمراض من أوصانا أمراض من نبيناهم أمراض من قصدناهم ببركة محي الدين. اللهم حسن مرادنا ببركة محي الدين. اللهم حسن مرادنا ببركة محي الدين. اللهم حسن مرادنا ومراد من أوصانا ومراد من حاضروا في هذا المجلس ببركة محي الدين وبحق سيدنا أحمد الكبير الدفاعي رضي الله عنه يقضي حاجاتنا يا قاضي الحاجات يقضي حاجاتنا يا قاضي الحاجات يقضي حاجاتنا يا قاضي الحاجات واكشف همنا وهمنا يا كاشف الملمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا واغفر ولوالدينا إنك أنت الغفور الرحيم. അല്ലാഹുവേ സാധുക്കളായ പാപികളായ ഞങ്ങൾ ഒരുമിച്ച് കൂടി ചൊല്ലിയ റാത്തീബിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടുന്ന് മഗ്‌രിബിന് ശേഷം വലിയ മൗലൂദുകൾക്ക് സൂറത്തുൽ ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മുഅദ്ദിനി വരെ ഓതിയ ഖത്മുൽ ഖുർആൻ തഹ്ലീൽ സ്വലാത്ത് ഒക്കെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെ ഖീമത്തിൽ തവാബ് പ്രത്യേകിച്ചും ഞങ്ങളുടെ നേതാവ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പുണ്യ റൗളാ ശരീഫിലേക്ക് ഇപ്പോൾ തന്നെ വളരെ വിനയാദരവോടെ ബഹുമാനത്തോടുകൂടി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ ഖല്ലത്ത് ഹീനതുനാ ദിരിക്കനാ യാ റസൂലല്ലാഹ് എന്ന സലാമോട് കൂടി എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മഹദുല്ലാഹി ശൈഖ് തങ്ങളെ ഹദ്റത്തിലേക്ക് അസ്സലാമു അലൈക്കും യാ ഗൗസുൽ എന്ന സലാമോട് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ചും സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദ് അൽ കബീരി ഫായി തങ്ങളെ ഹദ്റത്തിലേക്ക് അസ്സലാമു അലൈക്കും എന്ന സലാമോട് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ മഹാന്മാരായ ബദരീങ്ങളെ ഹദ്റത്തിലേക്ക് അസ്സലാമു അലൈക്കും യാ അഹ്ല ബദർ എന്ന സലാമോട് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ സയ്യിദുനാ ഖുദർ അലൈഹി ഇസ്ലാമിന്റെ ഹദ്റത്തിലേക്ക് അസ്സലാമു അലൈക്കും എന്ന സലാമോട് എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അംബിയാക്കൾ സിദ്ദീഖീങ്ങൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ മുഴുവൻ മലായികത്തുൽ മുഖറബീങ്ങൾ മുഴുവൻ മഹാന്മാർ മഹദികൾ ഹദ്റത്തിലേക്കൊക്കെയും അസ്സലാമു അലൈക്കും എന്ന സലാമോട് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പഠിച്ചാണ് വീട്ടിൽ പഠിച്ചാണ് ഞങ്ങൾ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ സർഫുദ്ദീൻ എന്ന് പറയുന്ന സഹോദരന്റെ ഹദ്റത്തിലേക്ക് റൂഹിലേക്ക് ഖബറിലേക്ക് അസ്സലാമു അലൈക്കും എന്നുള്ള സലാമോട് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഇവരൊക്കെ ഉപ്പയായ പഠിച്ചനങ്ങൾ മൂത്താപ്പ അബ്ദുള്ള എന്ന് പറയുന്ന പഠിച്ചോനെ അദ്ദേഹത്തിന്റെ ഹദ്റത്തിലേക്ക് റൂഹിലേക്ക് ഖബറിലേക്കും ഇതിനൊക്കെ മിത്രതവാബ് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഒരുമിച്ച് കൂടെ ഞങ്ങളിലൊക്കെ മരണപ്പെട്ടു. അതുപോലെ ഇവരെ ഉപ്പ ഉമ്മ അതുപോലെ
ഞങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദര സഹോദരിമാർ, റാത്തീബിന്റെ പൂർവികരായി മരണപ്പെട്ടു പോയവര്, കുറെ പിഞ്ചു മക്കളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ ഹദ്റത്തിലേക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയ സദസ്സ് ഒരുമിച്ച് കൂടി, പ്രത്യേകിച്ച് ഇവിടെ അടുത്ത് മരിച്ചു പോയ മൊയ്തീൻകായി, അതുപോലെ അവരെ ഉമ്മ ഹജ്ജമ്മ, അതുപോലെ തുടങ്ങിയിട്ട് എല്ലാം, അതുപോലെ അടുത്ത് മാമുക്കാൻ്റെ 40 മറ്റന്നാള് മായങ്കോട്ട് മാമുക്ക, അതുപോലെ തുടങ്ങിയിട്ട് ഷഹൻമോന് തുടങ്ങിയിട്ട് എല്ലാ മോമിനീങ്ങൾ, മോമിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ, ചായച്ചങ്ങണ്ടിൽ മുഹമ്മദ് ഹാജിന്റെ മോനെ അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട മകൾ 4 വയസ്സായിട്ടേ ഉള്ളൂ, അതോടെ തുടങ്ങിയിട്ട് എല്ലാവരും ഹദ്റത്തിലേക്കും അസ്സലാമു അലൈക്കും എന്നുള്ള സലാമോടെ എത്തിക്കണേ അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കും ഞങ്ങൾക്കുള്ള പാപങ്ങളൊക്കെയും പുറത്ത് മാപ്പ് തരണേ അല്ലാഹ്. അവരൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്. അവരും ഞങ്ങളും ചെയ്ത ഹസനാത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും പടച്ചോനെ ഹിസാബില്ലാതെ മുത്ത് റസൂലുള്ളാഹിനൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവേ നിന്റെ പ്രീതിയിലായി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ അതുപോലെ നിന്റെ ഭാര്യന്റെ ഉമ്മ രോഗിയായി കിടക്കുകയാണ്, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. ഭക്ഷണം കഴിക്കാനുള്ള മനസ്സും ബുദ്ധിയും വിശപ്പും കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തോടെ നല്ല ബുദ്ധിശക്തിയോടെ ഈമാനോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് നല്ല ഓർമ്മയോടെ കൂടി അവർക്കും ഞങ്ങൾക്കും സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതുപോലത്തെ ധാരാളം നല്ല നല്ല മജ്ലിസിൽ, റാത്തിബിന്റെയും മൗലിദിന്റെയും മജ്ലിസിന്റെ നല്ല നല്ല മജ്ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസും പ്രദാനിക്കണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ എല്ലാം നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പേരും അഡ്രസ്സും വ്യക്തിനെയും എല്ലാം അറിയുന്ന റബ്ബേ അവർക്ക് മോചനം നൽകണേ അല്ലാഹ്. ഖൈറായ സമയത്ത് മോചനം നൽകി ഖൈറായ പരിഹാരം എന്തിനും നൽകണേ അല്ലാഹ്. പടച്ചോനെ മജ്ലിസിലുള്ളവർ ദുആർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പടച്ചോനെ, അദാലത്ത് അനുകൂലമായി എല്ലാ പ്രയാസങ്ങളും തട്ടിമാക്കി നീ സലാമത്തിലായി ഖൈറായി അനുകൂലമാക്കണേ അല്ലാഹ്. ഈ സദസ്സിലും പടച്ചോനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. രോഗികളുണ്ട്, റാത്തീബിന് വരുന്ന ആളുകളൊക്കെ രോഗികളായി വീട്ടിൽ വരാൻ കഴിയാത്തവരുണ്ട്, അതുപോലെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും മജ്ലിസിലും എല്ലാവർക്കും ഉമ്മ പെങ്ങന്മാര് സഹോദര സഹോദരിമാര് അല്ലാഹുവേ കുട്ടികളിൽ രോഗമുള്ളവർക്ക് എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ഷുഗർ ശിഫയാക്കണേ അല്ലാഹ്. പ്രഷർ നീ ശിഫയാക്കണേ അല്ലാഹ്. കൊളസ്ട്രോൾ പടച്ചോനെ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ യൂറിക് ആസിഡിന്റെ പ്രയാസമുള്ളവർ, മുട്ടുവേദന, കാലുവേദന, ഊരവേദന, പടച്ചോനെ വീണിട്ട് പരിക്ക് പറ്റിയവരൊക്കെ സദസ്സിലുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചോനെ താത്തിന്റെ ഉപ്പയും അതുപോലെ മരിച്ചുപോയാറ് അവരെ ഖബറിലേക്കൊക്കെ എത്തിക്കണേ അല്ലാഹ്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മജ്ലിസ് കണ്ടവർക്കൊക്കെ സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇതിനു വേണ്ടി ഇത്രയും സമയം ചെലവാക്കി, ഇതിനു വേണ്ടി ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് ഒരു രൂപ പോലും ചെലവാക്കിയിട്ട് ഭക്ഷണം കൊടുത്ത് മറ്റ് സദഖകൾ ചെയ്തതൊക്കെയും നീ കബൂലാക്കണേ അല്ലാഹ്. അതൊക്കെ മരിച്ചുപോയവരെ ഖബറിലേക്ക് എത്തിച്ച് സന്തോഷം നൽകണേ അല്ലാഹ്. അദാബുണ്ടെങ്കിലും അവരിൽ നീ ഉയർത്തി കളയണേ അല്ലാഹ്. നാളെ ഞങ്ങൾക്കും പോകാനുള്ള വീടാണ് ഖബർ അല്ലാഹ്. പടച്ചോനെ അവർക്കും ഞങ്ങൾക്കുള്ള ഖബറിനെ സ്വർഗ്ഗ കൊട്ടാരമാക്കണേ അല്ലാഹ്. ഖബർ ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മഹ്ശറയിൽ ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നരകം കാണാതെ സിറാത്ത് കാണാതെ രഹസ്യമായി സ്വർഗ്ഗത്തിലെത്തുന്ന നിന്റെ മുഖറബീങ്ങളിൽ അവരെയും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഇതുപോലത്തെ ധാരാളം മജ്ലിസിൽ പങ്കെടുക്കാൻ ആഫിയത്തോടെ ദീർഘായുസ്സ് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. വലിയ മറ്റ് പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ട്, ശിഫ നൽകി ജോലി ചെയ്യാൻ ഖുവ്വത്തും ആഫിയത്തും തൗഫീഖും നൽകണേ അല്ലാഹ്. എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ഖൽബ് നന്നാക്കി ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കാഫിറായി ചത്തുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരിക്കുമ്പോൾ വുളൂഓടുകൂടി സ്വർഗം കണ്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഉച്ചത്തിൽ എല്ലാ വസിയത്തുകളും ചെയ്ത് പൊരുത്തപ്പെടിച്ച് പൂർണ്ണമായ തൗബയിൽ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം പ്രദാനിക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിറാഅതനാ വമജ്ലിസനാ ഇന്നക അൻത സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ اغفر وارحم آباءنا وأمهاتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضلك
صلى الله على